യെസ്, അപ്പോൾ വളരെ പെട്ടെന്ന് നമുക്കൊരു ഫിഷ് ബിരിയാണി റെഡിയാക്കിയാലോ. അതെ, ഞാൻ മീനൊന്ന് മാരിനേറ്റ് ചെയ്യാനായിട്ട് മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുത്തു, ആവശ്യത്തിന് ഉപ്പിട്ട് കൊടുത്തിട്ടുണ്ട്, മുളക് പൊടി, യെസ് കുറച്ച് ഗരം മസാലയും കൂടി ഇട്ടു. ഇനി കുറച്ച് കേർഡും കൂടി ഇട്ടിട്ട് നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. എന്നിട്ട് നമുക്ക് ആ മീനൊക്കെ അതിലേക്കിട്ട് നല്ലപോലെ ഒന്ന് മാരിനേറ്റ് ചെയ്തിട്ട് കുറച്ച് നേരം ഫ്രിഡ്ജിലെടുത്ത് വയ്ക്കാം. ആ സമയത്ത് ഞാൻ ഓണിയനും അതുപോലെ തന്നെ കാഷ്യൂം കിസ്മിസൊക്കെ ഞാൻ ഫ്രൈ ചെയ്തെടുത്തിട്ടുണ്ട്. യെസ്, ഞാൻ പാനിലേക്ക് നെയ്യ് ഇട്ട് കൊടുത്തിട്ട് സ്പൈസസ് ഇട്ട് കൊടുക്കുന്നുണ്ട്. അതിൻ്റെ കൂട്ടത്തിൽ തന്നെ നമ്മൾ സോക്ക് ചെയ്ത് വെച്ചിരിക്കുന്ന റൈസ് എടുത്ത് ഇട്ടിട്ട് നല്ലപോലെ ഒന്ന് വഴറ്റി ആവശ്യത്തിന് വെള്ളം ഒഴിച്ചു കൊടുക്കുന്നു. യെസ്, കുറച്ച് ഫ്രൈ ചെയ്ത് ഓണിയൻ ഇട്ട് കൊടുത്തു. അതുപോലെ നമ്മൾ ഇഞ്ചി വെളുത്തുള്ളി പച്ചമുളക് അരച്ചെടുത്തതും കുറച്ച് ഉപ്പും കൂടെ ചേർത്ത് അതവിടെ വെച്ചിട്ടുണ്ട്. ആ സമയത്ത് ഞാൻ ഫിഷും ഒന്ന് നല്ലപോലെ ഫ്രൈ ചെയ്തെടുത്തിട്ടു. യെസ്, ഇനി നമുക്ക് മസാല റെഡിയാക്കാനായിട്ട് നമ്മൾ കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. നെയ്യായാലും ഓക്കെയാണ്. അതിലേക്ക് നമ്മൾ കട്ട് ചെയ്ത് വെച്ചിരിക്കുന്ന സവാള, കുറച്ച് ഉപ്പിട്ട് കൊടുക്കാം. ബാക്കി നമ്മൾ അരച്ച് വെച്ചിരിക്കുന്ന വെളുത്തുള്ളി ഇഞ്ചി പച്ചമുളക് പേസ്റ്റ് ഇട്ട് കൊടുത്തു. ഒന്ന് വാടിയതിന് ശേഷം മഞ്ഞൾപ്പൊടി, ആവശ്യത്തിന് മുളക് പൊടി, യെസ് നല്ലപോലെ ഒന്ന് ചടപടയിൽ ഇളക്കിയെടുത്തു. അതിലേക്ക് ഞാൻ കുറച്ച് ഗരം മസാല ഇട്ട് കൊടുത്തിട്ടുണ്ട്, കുറച്ച് ടൊമാറ്റോ. ഇനി അത് നല്ലപോലെ ഒന്ന് വെന്ത് വരുമ്പോഴത്തേനും കുറച്ച് ഫ്രൈ ചെയ്ത് ഓണിയൻ ഇട്ട് കൊടുത്ത് കുറച്ച് നേരം നമുക്ക് അടച്ചു വെക്കാം. യെസ്, അതൊന്ന് സെറ്റായി വാടി വന്നതിന് ശേഷം അതിലേക്ക് ഞാൻ കുറച്ച് തൈര് ഇട്ട് കൊടുക്കുന്നുണ്ട്. യെസ്, തൈര് ഇട്ടതിന് ശേഷം നല്ലപോലെ ഒന്ന് ഇളക്കി ഒന്നുകൂടെ ഒന്ന് അടച്ചു വെക്കാം. അതിലേക്ക് കുറച്ച് മിൻറ്റ് ലീവ്സ് ഇട്ട് കൊടുക്കുന്നുണ്ട്. യെസ്, ഇനി നമ്മൾ ഫ്രൈ ചെയ്ത് വെച്ചിരിക്കുന്ന മീനും കൂടെ അതിലേക്ക് ഇട്ട് കൊടുത്തിട്ട് ഒന്ന് അടച്ച് സെറ്റാക്കി എടുക്കാം. യെസ്, മസാല ഇവിടെ റെഡി ആയിട്ടുണ്ട്. അതിലേക്ക് ഞാൻ കുറച്ച് മിൻറ്റ് ലീവ്സ് പിന്നെ ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഫ്രൈ ചെയ്ത ഉള്ളി ഇട്ട് കൊടുക്കുകയാണ്. അതിലേക്ക് നമ്മൾ വേവിച്ച് വെച്ചിരിക്കുന്ന റൈസ് ഇട്ട് കൊടുത്തു. യെസ്, അപ്പോൾ നമ്മുടെ ബിരിയാണി ഇവിടെ റെഡി ആയിക്കൊണ്ടിരിക്കുന്നു. റൈസ് എല്ലാം ഇട്ടതിന് ശേഷം അതിൻ്റെ മുകളിൽ നമ്മളൊന്ന് ഗാർണിഷ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. അപ്പം മിൻറ്റ് ലീവ്സ് എല്ലാം ഇട്ട് നമ്മൾ അതിന് ശേഷം ഫ്രൈ ചെയ്ത് വെച്ചിരിക്കുന്ന ഓണിയൻ കാഷ്യൂ അതുപോലെ തന്നെ കിസ്മിസ് എല്ലാം ഇട്ട് കൊടുത്ത് അടിപൊളിയായിട്ട് നമ്മൾ സെറ്റാക്കിയിട്ടുണ്ട്. ഇനി നമ്മളൊരു അലുമിനിയം ഫോയിൽ വെച്ച് ഞാൻ ജസ്റ്റ് ഒന്ന് കവർ ചെയ്തിട്ട് നമുക്കൊരു 5 മിനിറ്റ് കൂടെ ഒന്ന് ചൂടാക്കിയെടുക്കാം. യെസ്, ഞാൻ ഒരു പാനിൽ ജസ്റ്റ് ഒരു പാത്രം വെച്ചിട്ട് ഒരു 5 മിനിറ്റ് കൂടെ ഒന്ന് ചൂടാക്കി എടുത്തിട്ട് യെസ് ഓപ്പൺ ചെയ്യുമ്പോൾ നല്ല യമ്മി ആയിട്ടുള്ള സ്മെല്ല് വരുന്നുണ്ട്. യെസ്, വളരെ സിമ്പിളാണ് നമ്മുടെ അടിപൊളി ഒരു ഫിഷ് ബിരിയാണി. എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക. ബൈ, സീ യു ഇൻ ദ നെക്സ്റ്റ് വീഡിയോ.